മലപ്പുറം ചങ്ങരംകുളം ചിയ്യാനൂർ പാടത്ത് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഒരാഴ്ച മുൻപ് കപ്പൂർ കൊഴിക്കരയിൽ നിന്ന് കാണാതായ കരീമിൻ്റേതാണ് മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൊല്ലം ശാസ്താംകോട്ട പുന്നമൂട്ടിൽ 3.5 കിലോ കഞ്ചാവ് കടത്തിയ 2 പേർ അറസ്റ്റിൽ. കുന്നത്തൂർ തുരുത്തിക്കര സ്വദേശി സുരേഷ്, പത്തനാപുരം സ്വദേശി അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ അഖിൽ പോക്സോ കേസ് ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ്. സുരേഷ് നിരവധി ലഹരി കേസുകളിൽ പ്രതി. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് CPIM ഏരിയ സമ്മേളനത്തിന് സമാപനം. വൈകിട്ട് 4-ന് പഴകുറ്റിയിൽ നിന്നും റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ലോക COPD ദിനത്തിന്റെ ഭാഗമായി തൃശൂർ ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പുകവലി ഉണ്ടാക്കുന്ന വിപത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായാണ് റാലി സംഘടിപ്പിച്ചത്. തൃശൂർ എക്സൈസ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലി റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്പലപ്പുഴ കരൂർ പായൽക്കുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. 10,000 പേർ ഒപ്പിട്ട ഹർജി ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകി. സമരം പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ സർക്കാർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു. 6 സ്കൂളുകളിലെ കുട്ടികൾക്കായി 7 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലത്ത് പൂജ നടത്തുന്നതിനെ ചൊല്ലി സംഘർഷം. പോലീസും ഒരു വിഭാഗവും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ചെറുവിരുത്തി മലനട ക്ഷേത്രത്തിലെ അടവി പൂജയുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന് മോഷണം. 10 പവൻ സ്വർണവും പണവും കവർന്നു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി കാട്ടാക്കട പോലീസ്. തൃശൂർ ചന്ദ്രാപിന്നിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. നിലവിളക്ക്, ഉരുളി ഉൾപ്പെടെയുള്ളവ കവർന്നു. മോഷണം നടന്നത് ചന്ദ്രാപിന്നി സ്വദേശി രതീഷിന്റെ വീട്ടിൽ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സർട്ടിഫിക്കറ്റ് പുതുക്കലിന്റെ മറവിൽ പണം തട്ടിയെന്ന കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് തൈക്കാട് സ്വദേശി ലിതീഷ്. തട്ടിപ്പിനിരയായത് ചെറിയനാട് സ്വദേശികളായ ദമ്പതികൾ. തൃശൂർ കൈപ്പറമ്പിൽ കൃഷിയിടത്തിൽ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തൂർ ദേശം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പച്ചക്കറിത്തോട്ടത്തിലാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത്. തിരുവനന്തപുരം വർക്കലയിൽ റബ്ബർ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര സ്വദേശി വിനോദിനെ കണ്ടെത്തിയത് വാടക വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങിയ നിലയിൽ. മൃതദേഹം കണ്ടത് പുരയിടം വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരൻ.